പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിൽ ചെങ്കള പഞ്ചായത്തിന് കീഴിൽ വരുന്ന ദേശീയപാത വികസന പ്രവർത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നാട്ടിൽ നടക്കുന്ന വികസന കാഴ്ചകൾക്ക് പ്രവാസി സുഹൃത്തുക്കൾ കാത്തിരിക്കുകയാണ്. അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ സ്ട്രെച്ച് എന്ന് പറയുന്നത് ചെങ്കള മുതൽ നീലേശ്വരം വരെ നീണ്ടുകിടക്കുന്നതാണ്. ഏകദേശം 37 കിലോമീറ്റർ ദൂരത്തിൽ 1709 കോടി രൂപയ്ക്ക് ഹൈദരാബാദ് കമ്പനി മേഘശ്രീയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നിലവിൽ ചന്ദ്രഗിരി അതുപോലെ തന്നെ ചെർക്കള എന്നീ പാതകളാണ് കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ അല്പം വളഞ്ഞായിരിക്കും ഇവിടെ മേൽപ്പാലം നിർമ്മിക്കുക. ചെർക്കളയിൽ ഏകദേശം 390 മീറ്റർ നീളത്തിലായിരിക്കും മേൽപ്പാലം നിർമ്മിക്കുക. മേൽപ്പാലത്തിൻ്റെ പില്ലർ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. 3 വരി വീതമുള്ള 2 പാലങ്ങളായിരിക്കും ഇതുവഴി നിർമ്മിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇരു പാലങ്ങൾക്കും ഏകദേശം 14 തൂണുകളായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് പാലം നിർമ്മാണത്തിന് വേണ്ടി കുഴിയെടുത്തപ്പോൾ ഇതിലൂടെ കടന്നുപോയ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ലീക്കായി പുറത്തു പോകുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കൂർത്ത വളവുകളും അതുപോലെ തന്നെ ഒരുപാട് കയറ്റിറക്കങ്ങളുമുള്ള ഏറ്റവും പ്രയാസകരമായിട്ടുള്ള റീച്ചാണ് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം. ചെർക്കള ടൗൺ കഴിഞ്ഞാൽ ബേവിഞ്ച മുതൽ ചട്ടഞ്ചാൽ വരുന്ന ഭാഗങ്ങളിലാണ് ഏറ്റവും അപകടം നിറഞ്ഞ വളവുകളും അതുപോലെ തന്നെ കയറ്റിറക്കങ്ങളുമുള്ളത്. ഈ ഭാഗങ്ങളിലൊക്കെ ഇത്രയും വലിയ വളവുകളൊക്കെ ഒഴിവാക്കുന്ന വിധത്തിൽ 2 കുന്നുകളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളായിരിക്കും നിർമ്മിക്കുക എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റീച്ചിനിടയിൽ വരുന്ന ഒരുപാട് വളവുകൾ ഇല്ലാതാവുകയും ഗതാഗതം കൂടുതൽ സുഗമമാവുകയും ചെയ്യുന്നതായിരിക്കും. ചെർക്കള ടൗണിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന വഴിക്ക് ടൗണിന് അല്പം മുൻവശത്തായിട്ട് നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഏറെ പ്രയാസകരമായിട്ടാണ്. ഇവിടെ പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലും അതുവഴിയുള്ള കുഴികളൊക്കെ നികത്തുന്ന കാര്യത്തിൽ ഏറെ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നത് സ്ഥിരം കാഴ്ചയുമാണ്. റോഡ് നിർമ്മാണത്തിനിടെ റീറ്റെയിൻ വാൾ നിർമ്മിച്ച് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഇവിടെയൊരു കുടുംബം അധിവസിക്കുകയാണ്. ചെങ്കള സന്തോഷ് നഗറിനും 4 മൈലിനുമിടയിൽ ദേശീയപാതയോട് ചേർന്ന് താഴ്ന്നു കിടന്ന 18 സെന്റിലാണ് വീടുണ്ടായിരുന്നത്. മുൻഭാഗത്തുണ്ടായിരുന്ന കിണർ ഉൾപ്പെടെയുള്ള 3 സെന്റ് ദേശീയപാത വികസനത്തിന് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു. വീട്ടിന് പുറത്തേക്കുള്ള ഏക വഴി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചത് കാരണം അടഞ്ഞിരിക്കുകയാണ്. നിലവിൽ സ്ഥലം MLAയും MP യും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥലം സന്ദർശിച്ച് ഇവിടെ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. റോഡിന് ഏറ്റവും താഴ്ന്ന പ്രദേശമായതിനാൽ തന്നെ ഇതുവഴി സർവീസ് റോഡ് നിർമ്മിക്കുമ്പോൾ സംരക്ഷണ ഭിത്തി ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കാതെ റോഡ് നിർമ്മിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈയൊരു പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ.
ദേശീയപാത വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം.